മോഹൻലാലിൻ്റെ അഭിനയം എന്ന് പറയുന്നത് എവിടെയൊക്കെ കൂടെ വരികയാണ്. മമ്മൂട്ടി അത് വരുത്തിയെടുത്തത്. ഈ രണ്ടുപേരെയും വെച്ച് സിനിമകൾ വളരെ വിജയിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ വിശകലനം ചെയ്യാൻ താങ്കൾ കഴിയുമോ? ഇവരുടെ അഭിനയ രീതിയിലെ വ്യത്യസ്തത താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പലരും ചോദിക്കും മോഹൻലാലാണോ നല്ല നടൻ മമ്മൂട്ടിയാണോ. അപ്പം ഞാൻ പറയുന്ന സംശയം എന്താ, മമ്മൂട്ടി. അപ്പോൾ കാരണം എന്താ, ഞാൻ പറയും 7-8 നമ്പറുകൾ കൈവശമുള്ള മോഹൻലാലിൻ്റെ അടുത്ത് വെറും 1-2 നമ്പർ വെച്ച് അടിച്ച് നിൽക്കുന്നില്ല ഇദ്ദേഹം എന്ന് പറയുമായിരുന്നു. പക്ഷെ അന്നത് പുറത്ത് പറയില്ല, ഇന്നത് പുറത്ത് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ മോഹൻലാലിൻ്റെ അഭിനയം എന്ന് പറയുന്നത് എവിടെയൊക്കെ കൂടെ വരികയാണ്. മമ്മൂട്ടി അത് വരുത്തിയെടുത്തതാണ്. മമ്മൂട്ടിയുടെ പരിമിതികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ മമ്മൂട്ടി തന്നെ. പിന്നെ മമ്മൂട്ടി എന്ന നടനെ സൃഷ്ടിച്ചെടുത്തത്. ഇപ്പം സത്യത്തിൽ പരിമിതികളൊക്കെ മാറി, പുള്ളിക്ക് എന്തും ചെയ്യാം. ഇന്ത്യയിലെ തന്നെ വലിയൊരു ആക്ടർ എന്നുള്ള പേര് ഏറ്റെടുത്തു. ആ നടൻ്റെ പിന്നിൽ ഒറ്റ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളൂ, അത് മമ്മൂട്ടി മാത്രമാണ്. അതായത് ലോഹിതദാസിന്റെ ഒരു പക്ഷമുണ്ട്. അതായത് മോഹൻലാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടറാണ്. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന നാച്ചുറൽ ആക്ടറിന്റെ ചില അംശങ്ങൾ കഥാപാത്രങ്ങളിൽ കാണും. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ ഒരംശവും ഇപ്പം ഭൂതക്കണ്ണാടി ആയാലും ഇപ്പം അവസാനം ഇറങ്ങിയ കറുത്ത പക്ഷി ആയാലും പൊന്തന്മാടയാണെങ്കിലും അതിനകത്ത് കാണില്ല. അപ്പം ആ അർത്ഥത്തിൽ മമ്മൂട്ടിയാണ് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നൊരു വാദം. അതിനകത്ത് ഫ്ലെക്സിബിലിറ്റിയെ പറ്റി പറയാൻ പറ്റില്ല. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വേറെ കാര്യം. പക്ഷേ ഈ മമ്മൂട്ടി ചില കഥാപാത്രങ്ങൾ എടുക്കുമ്പം ഈ പുള്ളിക്ക് ഈ വളരെ സെൻസിറ്റീവാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള മനസ്സാണ്. നമ്മൾ ഈ ചില കാര്യങ്ങൾ ഇന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ മുഖം റെഡാകുകയും കണ്ണ് നനയുകയൊക്കെ ചെയ്യും. വളരെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൊക്കെ നനയുന്നൊരു ആളാണ്. പുള്ളി ചെയ്യുന്ന ഏതെങ്കിലും കഥാപാത്രം ആ കഥാപാത്രത്തിനോട് അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ മമ്മൂട്ടി പലപ്പോഴും ആ കഥാപാത്രമായിട്ട് മാറി. അത് അങ്ങനെയുള്ളത് മമ്മൂട്ടിക്ക് വളരെ ചുരുക്കമായിട്ടേ വീണ് കിട്ടിയിട്ടുള്ളൂ. ഈ മമ്മൂട്ടിയെ പോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ? ഒരു പരിധി വരെ അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ സെൻസിറ്റീവാണ്. പക്ഷേ ഈ ഇത്ര സെൻസിറ്റീവ് ആണെങ്കിലും സിനിമയിലെ വിജയങ്ങളും പരാജയങ്ങളും ഒന്നും താങ്കളുടെ മനോഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും കാര്യമായ മാറ്റം വരുത്തിയതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ എനിക്കറിയേണ്ടത് താങ്കളോടുള്ള മനോഭാവത്തിൽ ഈ വിജയങ്ങളും പരാജയങ്ങളും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന്. ചിലരൊക്കെ വന്നിട്ട് പറയും, ഒരു പരാജയം കഴിയുമ്പോൾ കാര്യം ഈ അതൊരു ചെവി കൂടെ കെട്ടിട്ട് ഞാൻ മറ്റേ ചെവി കൂടെ വിടും. അതായത് ഇനി ടെക്നീഷ്യനൊക്കെ മാറ്റേണ്ട കാലമായി കേട്ടോ, ഇനിയും വേറെ ആൾക്കാരുടെ കഥയൊക്കെ എടുത്തൊന്നും ചെയ്തുകൂടെ, ഇങ്ങനെയൊക്കെ ചിലർ പറയും. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഈ സിനിമയിലുണ്ടെന്ന് എല്ലാവരും പറയുന്ന തരത്തിലുള്ള പാരവയ്പ്പുകൾ ഏതെങ്കിലും തരത്തിൽ താങ്കളെ ബാധിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് അതിനകത്തൊരു വലിയ വിഷമം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത്? അങ്ങനെ ഒരു വിഷമമുണ്ടായ കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എവിടെ നിന്നെങ്കിലും ചിലരൊക്കെ ഒഴിവാക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാലും ഞാനങ്ങ് ഒഴിഞ്ഞ് മാറുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുള്ള അസോസിയേഷനുകളുണ്ട്. അമ്മയാണോ, മാക്ടാണോ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണോ, അപ്പോൾ അവിടെ നിന്നൊക്കെ ഒഴിവാക്കുന്നു എന്ന് തോന്നുമ്പം ഞാനങ്ങ് ഒഴിവായി മാറിപ്പോവുകയാണ്. സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഞാനങ്ങ് പോവുകയും ചെയ്യും. അല്ലാതെ എനിക്കിട്ട് ആരും പാര വെച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരും അങ്ങനെ ചെയ്യത്തുമില്ല, ഞാൻ ആരോടും ചെയ്തിട്ടുമില്ല. ഒരുപാട് പുതുമുഖങ്ങളെ താരങ്ങളാക്കിയ ആളാണ് ഫാസിൽ. പക്ഷേ സ്വന്തം മകനെ താങ്കൾക്കൊരു താരമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതൊരു കേവലം ഭാഗ്യദോഷമായിട്ടാണ് താങ്കൾ കാണുന്നത് ആ സിനിമയുടെ പരാജയം? അല്ല, ആ സിനിമയുടെ പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിനിമ ഇറങ്ങിയ സമയം അനിയത്തിപ്രാവ് കഴിഞ്ഞിട്ടുള്ള ഇറങ്ങാൻ പാടില്ലായിരുന്നു. എപ്പോഴും അനിയത്തിപ്രാവായിട്ടുള്ള ഒരു കമ്പാരിസൺ വരും. പിന്നെ അന്ന് അവന് ഒരു 18-19 ഒരു 22-23 കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാറുള്ളായിരുന്നു. അപ്പം അവനിപ്പോഴും സിനിമ തന്നെയാണ് അവൻ്റെ. അമേരിക്കയിലാണ് പഠിക്കുന്നതെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവൻ സിനിമ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ പാകപ്പെട്ട് കഴിഞ്ഞ് മതി. അപ്പോൾ 18 വയസ്സുള്ള 19 വയസ്സുള്ള ഒരാളെ കപ്പട മീശയൊക്കെ വെച്ചിട്ട് ചെയ്തു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഒരു അനിയത്തിപ്രാവ് മോഡൽ ഒരു ലവ് സ്റ്റോറി എടുത്തതാണ് പരാജയപ്പെടാൻ. അത് സിനിമയുടെ പരാജയമാണോ അതോ ആ കഥാപാത്രത്തിന്റെ പരാജയമാണോ? സിനിമയുടെ മൊത്തം പരാജയമാണ്. അന്ന് തമാശയായിട്ട് ചിലർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഫാസിലിനെ പോലെ ഒരു ഡയറക്ടർ സ്വന്തം മകന് വേണ്ടിയിട്ട് ഇത്ര ഒരു സിനിമ എടുക്കില്ല. ജീവിതത്തിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, അതിനകത്ത് വന്നു പോയതാണ്. പക്ഷേ അവനും ആ വെഞ്ചൻസിലാണ്, ഞാനും ആ വെഞ്ചൻസിലാണ്. ഹി വിൽ കം ബാക്ക്. സിനിമയിലൊന്നുമില്ലെങ്കിൽ അല്ല, താങ്കളുടെ സിനിമയിലൂടെ തന്നെ ആയിരിക്കുമോ മകന്റെ തിരിച്ചുവരവ്? അല്ല, അവനിപ്പം ഡിസൈഡ് ചെയ്തിട്ടില്ല. ഡയറക്ടറാണോ, പിന്നെ ആക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ക്യാമറാമാനാണോ,
ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഈ കേരളത്തിലെ മക്കളുടെ രാഷ്ട്രീയത്തിന് അടുത്ത കാലത്തായിട്ട് തിരിച്ചടിയേറ്റതുപോലെ മക്കൾ സിനിമയ്ക്കും ഏറ്റൊരു തിരിച്ചടിയായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? അതൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം എനിക്കിപ്പം അത് വേറൊരു പയ്യനായിരുന്നെങ്കിൽ, വേറൊരു ആളുടെ മകനായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ വിഷമമുണ്ടായിരുന്നു. താങ്കൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിലും പൊതു രംഗത്തെ ഇമോഷണലായിട്ട് അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല, സംയമനം കാണിക്കുന്ന ഒരാളാണ്. പക്ഷേ വിധേയൻ സിനിമയുടെ കാര്യത്തിൽ അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് ഉണ്ടായ പ്രശ്നത്തിൽ അടൂരിനെ പോലെ ഒരാൾ കള്ളനാണയം എന്ന് വരെ താങ്കൾ പറഞ്ഞു. ഒരിക്കലും താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കമൻ്റാണത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തീർച്ചയായിട്ടും താങ്കൾക്ക് തോന്നിക്കാണും. ഡെഫിനറ്റായിട്ട് അന്ന് തന്നെ തോന്നി. അത് അടൂർ ഗോപാലൻ സാർ പിന്നെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കൂടുതൽ ഉറക്കം കെടുത്തൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അടൂർ സാറ് പിന്നെ നാഷണൽ ഇതിൻ്റെ ജൂറിയായിരുന്നേ. അപ്പോൾ സിദ്ദീഖ് ലാൽ എൻ്റെ അസിസ്റ്റൻസാണ്. അവർ വളരെ കൊതിയോടെ കാത്തിരുന്നതാണ് അവരുടെ ഗോഡ് ഫാദറിന് ഈ ദേശീയ അവാർഡ് കിട്ടണം, ബഹുജനപ്രീതിയും കലാമേന്മയും എന്ന് കിട്ടണം. അപ്പം അന്ന് അത് കൊടുത്തില്ല, ആ അവാർഡ് കൊടുത്തില്ല. പിന്നെ മണിച്ചിത്രത്താഴിനും വിജയനും ഒരുമിച്ച് കിട്ടി. അപ്പോൾ അടൂർ സാർ എന്തോ പറഞ്ഞതുപോലെ, അതായത് ഇങ്ങനെയുള്ള പടങ്ങൾക്ക് അവാർഡ് കൊടുക്കരുതെന്ന് പറഞ്ഞ പോലെ തോന്നി. അപ്പോൾ പല പല ഫോൺ കോളുകളൊക്കെ കൂടെ വന്നിട്ട് ഞാനത് പ്രതികരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് എനിക്ക് പ്രതികരിക്കാൻ തോന്നിയതുപോലെ പ്രതികരിച്ച് കഴിഞ്ഞതിന് ശേഷം മാക്ടയുടെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കി. ഫാസിൽ ഉദ്ദേശിച്ച പോലെയല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് തുറന്ന് മാപ്പ് വയ്ക്കുകയും ചെയ്തു. പല സിനിമകളിലും വളരെ തീവ്രമായ പ്രേമം ആവിഷ്കരിച്ചിട്ടുണ്ട്. താങ്കൾ ജീവിതത്തിൽ പ്രേമിക്കാത്തതുകൊണ്ട് ഈ പ്രേമം ആവിഷ്കരിച്ചതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ പ്രണയിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഞാൻ കുട്ടിക്കാലം പോലെ തന്നെ ഞാൻ റൊമാൻറ്റിക്കാണ്. റൊമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയഭാവങ്ങൾ എന്നിൽ എന്നുമുണ്ട്, ഇപ്പോഴും ഐ ആം സ്റ്റിൽ റൊമാൻറ്റിക്. അത് ചിലപ്പോൾ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നത് ചില നോവലുകളിലെ പ്രണയങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴ തീരങ്ങളിൽ അങ്ങനെയുള്ള പടങ്ങളിൽ ചില പ്രണയങ്ങളുടെ ചില ടച്ചസ് വരും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആവിഷ്കരിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്കത് ആവിഷ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പ്രണയം ആവിഷ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം അനിയത്തിപ്രാവ് ഞാൻ തമിഴിൽ റീമേക്ക് ചെയ്തിട്ട് തമിഴിൽ അവർ റീറെക്കോർഡ് ചെയ്യുകയാണ്. റീറെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു റീല് 2 റീല് 3 റീലൊക്കെ കഴിയുമ്പോൾ മ്യൂസീഷ്യൻസ് ഓടി വന്ന് എന്നെ കൈ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക ഒരു റീല്. എന്നിട്ട് 8-9 റീലായി കഴിഞ്ഞപ്പോൾ സാർ എவ்வளோ നാളായി സാർ സിനിമയിൽ വെക്കം പാത്തിട്ട്, അതായത് സിനിമയിൽ നാണം കണ്ടിട്ട് എത്ര കാലമായത്. അതായത് ഇപ്പോഴത്തെ പണ്ടത്തെ ലജ്ജ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ലജ്ജ അതിപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ കോളേജ് ക്യാമ്പസിൽ എന്തിനാണ് ലജ്ജിക്കുന്നത്? ലജ്ജ നാണമൊക്കെ അങ്ങ് പോയി. ഒരു തലമുറയിൽ കഴിഞ്ഞപ്പോൾ അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ പ്രണയത്തിന് വേറെ ഭാവമാണ്. അതിനിപ്പം ഒരു സൈബർ യുഗത്തിൻ്റെ ഒരു ഭാവമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഭാവം ശരിക്കും പിടികിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ടീനേജ് റൊമാൻസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ എടുക്കുകയുള്ളൂ. പിന്നെ മൊബൈൽ ഫോണും ഇമെയിലിലൂടെയുള്ള പ്രണയഭാവം എനിക്ക് പരിചിതമല്ല.